സൂക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അഹിതങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ മാസ്റ്റർബേഷൻ, അതിനെന്താ കുഴപ്പം ചോദിക്കും ചില ക്യാമ്പസിൽ ക്ലാസ് എടുക്കാൻ പോയാൽ. ഇസ്ലാം ഹറാമാക്കി എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കുഴപ്പം. അതാണ് ഒന്നാമത്തെ കുഴപ്പം. സ്വയം ലൈംഗിക സംതൃപ്തി നടത്തുന്നതിനെ പറ്റിയാണ് ആ പറയണത്. മാസ്റ്റർബേഷൻ, ഇസ്തിംനാവ് എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ വെളിപ്പെടുത്തി പറയാൻ ചില പരിമിതികളുണ്ടല്ലോ. അതിനെന്താ കുഴപ്പം? ഇസ്ലാം ഹറാമാക്കി എന്നുള്ളത് തന്നെ ബിനസീർ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. സ്വന്തം കയ്യനെ നിക്കാഹ് കഴിച്ചവൻ നരകത്ത് പോകുന്നുള്ളവരെ പറ്റി പറയാണ്. കയ്യനെ നിക്കാഹ് കഴിച്ചവൻ തോപ ചെയ്തിട്ടില്ലെങ്കിൽ ഹദീസിന്റെ തുടക്കത്തിലുണ്ട് തോപ ചെയ്താൽ മതി എന്നർത്ഥം. വേണമെന്ന് കരുതി തോപ ചെയ്യണം എന്നർത്ഥം. അപ്പൊ ഏതെങ്കിലും ഒരു ആരോഗ്യ മാഗസിനിലേക്ക് ചോദ്യം ചോദിച്ചു ആരെങ്കിലും ഒരാൾ, മാസ്റ്റർബേഷൻ കൊണ്ടല്ലോ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ അറിയും. അതാണ് അവരുടേത്. എന്ന് വെച്ചാല് ഇവിടെ പറഞ്ഞു പോരൊന്നുമില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതെന്നെ മനസ്സിലാക്കണം. കുഴപ്പങ്ങളുണ്ടോ? ധാരാളം ഉണ്ട്. അത് ശീലിച്ച ഒരാൾക്ക് ഭാര്യനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റൂല. കേരളത്തിലെ പ്രസിദ്ധനായ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മാത്യു വെല്ലൂർ, അദ്ദേഹത്തിന്റെ വിവാഹം ബന്ധനം എന്ന പുസ്തകം വായിച്ചു. ഒരു ക്രിസ്ത്യൻ ദമ്പതികളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അവര് കൗൺസിലിങ്ങിന് വരുന്നത്, അവരുടെ ജീവിതം താറുമാറായിക്കണം, അവര് തലാഖെല്ലാം പോവാണ്. അപ്പൊ അയാൾ കൗൺസിലിംഗ് നടത്തിയപ്പോ ആ പെണ്ണ് പറഞ്ഞല്ലോ, ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്ക് അങ്ങേര് ആമേൻ പറഞ്ഞിരിക്കും. മനസ്സിലായിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്ക് അങ്ങേര് ആമേൻ പറഞ്ഞിരിക്കും. പിന്നെ എങ്ങനെ ജീവിതം എന്നാണ്? ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് സംഭവിക്കും. പിന്നെ നൈസർഗികത മാറും. അതാണ് വിഷയം. പരിശുദ്ധ ഇസ്ലാം വേണ്ടാന്ന് പറഞ്ഞോ അതിലെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സൂറത്തുൽ അറാഫിന്റെ 157-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത്, അവിടുന്ന് നിങ്ങൾക്ക് നല്ലത് അനുവദിച്ചു തന്നു. വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, വൃത്തികേടൊക്കെ ഹറാമാക്കി എന്നാണ്. അപ്പൊ റസൂൽ ഹറാമാക്കി എന്തുണ്ടോ അതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നിയിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ നല്ല കുഴപ്പങ്ങൾ ഉണ്ടാവും. ഇതിനപ്പുറത്തേക്ക് ഇന്നത്തെ കുട്ടിയൊക്കെ ഉണ്ടല്ലോ വെള്ളിന്റെ മാലയൊക്കെ ഇട്ടടക്കല്ലേ. പിന്നെ ചെറുപ്പക്കാരെ നമുക്കത് പാടില്ലാത്തതാണ്. വെള്ളിന്റെ മോതിരം സുന്നത്താ. വെള്ളിന്റെ മാല വെള്ളിയല്ലേ? അങ്ങനെയല്ല, വെള്ളിയുടെ മോതിരമാ പുരുഷന്മാർക്ക് സുന്നത്ത് അല്ലേ. വാളിമലയൊന്നും ഇടാൻ പാടില്ല. അത് പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. അത് സ്ത്രൈണതയാണ്. ആൺകുട്ടികളത് ചെയ്യാൻ പാടില്ല. മാലിമല കണ്ടി എടുത്തോളൂ. മരിച്ചു കിടക്കുമ്പോഴത് ഏതാ ജാതി എന്ന് പോലും അറിയില്ല. ചിലപ്പോൾ പേരറിയാത്തോല്ല നാട്ടിൽ പോയി കിടക്കുകയാണെങ്കിൽ കയ്യിലും മാലും വളയൊക്കെ കാണുന്നുണ്ട്. പടച്ചോ ഇത് ഏത് ജാതിയാ അറിയാൻ പറ്റൂല. അത് വലിയ ഹറാമോ ഹലാലോ എന്ന് ഞാൻ പറയില്ല ഇവിടെ. അതിന് മഹാന്മാർ പറയാ, അള്ളാഹു നന്മയും തിന്മയും നാളെ മഹ്ശറയിൽ വേർതിരിക്കുമ്പോ ഈ വലി എവിടെ പോയി നിൽക്കുക നിങ്ങൾ ആലോചിച്ചാൽ മതി. നന്മന്റെ കൂടെ നിൽക്കുക, ഹജ്ജ് ഉംറന്റെ കൂടെയാണോ വന്ന് നിൽക്കുക വലി? അതല്ല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തിന്റെ കൂടെയാണോ? ഉത്തരായി ആയില്ലേ? ആലോചിച്ചു. പലതിന്റെ ഉത്തരം അത്ര തന്നെയാണ്. വെറുതെ വസ്വാസാക്കിയിട്ടാണത്. നമുക്കറിയാം മനസ്സിന്റെ ഉള്ളിൽ ഇത് നല്ലതൊന്നല്ല. തടി കേടുവരുന്ന മുഴുവൻ പരിപാടി അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതാണ്. ചിലത് കറാഹത്ത്, ചിലത് ഹറാമായിട്ടും മാറും. അതുകൊണ്ട് എൻ്റെ മെഹബൂബിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് എനിക്കല്ല ജീവൻ തന്നത്. ഈ ജീവൻ അള്ള കൊണ്ടുപോകും, കുറച്ച് നേരത്തേക്ക് തന്നതാണ്. അതുകൊണ്ട് മെഹബൂബായ അള്ളാഹുവിന്റെയും ഹബീബിന്റെയും ഇഷ്ടമാവട്ടെ നമ്മുടെ ഇഷ്ടം. അള്ളാഹു നമ്മുടെ കൽബുകളിൽ മഹബത്ത് നിറച്ചു തരട്ടെ. അങ്ങനെ ആകുമ്പോ ഈ നമ്മുടെ റമദാൻ മധുരായിരിക്കും. വീഡിയോ അടിക്കാൻ പറ്റൂലല്ലോ എന്നുള്ള ടെൻഷനൊന്നും പിന്നെ തോന്നൂല. എന്റെ റബ്ബിനത് വേണ്ടേ, ഞാൻ ഒഴിവാക്കി. ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നു, കണ്ടതും മറ്റാകും. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. 1400 കൊല്ലം മുമ്പ് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യമാരിപ്പോൾ പറയണമെന്ന് നബിയെ റസൂലുള്ളാഹി. പുതിയ ട്രെൻഡ്. ഗൾഫിൽ കിടക്കുന്നവൻ, എവിടെങ്കിലും കിടക്കുന്ന ഭർത്താവ് പറയാതെ വീട്ടിൽ കയറി വരും. സർപ്രൈസ്. അങ്ങനെ പോകാൻ പാടില്ലടോ. നബിതങ്ങൾ പറഞ്ഞില്ലേ? വെറുതെ പറഞ്ഞേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പറഞ്ഞിട്ടേ പോകാവൂ വീട്ടിൽ. ഭാര്യയോട് പറയണം, പറഞ്ഞിട്ട് വേണം ഭർത്താവ് വീട്ടിലേക്ക് പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു കുടുംബത്തിന്